PSC ലേണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു PSCയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ് ഇൻ കേരള. ആ ഒരു ടോപ്പിക്കിലെ നാഷണൽ പാർക്സ് ഇൻ കേരള എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? അപ്പൊ PSCയിൽ സ്ഥിരമായിട്ട് ഒരു ചോദ്യമെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഇപ്പൊ ദേവസ്വം ബോർഡ് LDCയുടെ എക്സാം നടക്കാൻ പോകുമ്പോൾ അതിലും ഈ ഒരു പാർട്ടിൽ നിന്ന്, അതായത് അതിലൊരു പാർട്ടായിട്ട് തന്നെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന ഒരു പാർട്ടായിട്ട് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് തന്നെ അതിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ടോപ്പിക്കാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് ന്യൂമോണിക്സ് ഒക്കെ വെച്ച്, അതായത് ഷോർട്ട് ആയിട്ട് ഓർമ്മിച്ച് വെക്കാനുള്ള ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ് ആണ്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ നാഷണൽ പാർക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ, ഒരു ലാൻഡ് ഓഫ് ലഷ് ബയോഡൈവേഴ്സിറ്റി, അതായത് ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു കലവറയാണ്. നമ്മൾ കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ കേരളത്തില് മൊത്തത്തിൽ 6 നാഷണൽ പാർക്കും 18 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ആണ് ഉള്ളത്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ്, കേരളത്തിൽ മൊത്തത്തിൽ എത്ര 6 നാഷണൽ പാർക്സും അതുപോലെ തന്നെ 18 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും കേരളത്തിലുണ്ട്. ആക്ച്വലി നാഷണൽ പാർക്സ് PSCയുടെ കണക്ക് പ്രകാരം എപ്പോഴും 5 കണക്ക് പറയാറുള്ളൂ. പെരിയാറ് നമ്മള് നാഷണൽ പാർക്കായിട്ട് PSCയുടെ കണക്കിൽ എപ്പോഴും പറയാറില്ല. പക്ഷെ കേന്ദ്ര ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 6 നാഷണൽ പാർക്കാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ 6 നാഷണൽ പാർക്കിനെ കുറിച്ചും പറയാറുണ്ട്. അപ്പൊ PSCയിൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ 5 ഓപ്ഷനിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 6 നാഷണൽ പാർക്സ് ആൻഡ് 18 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. അപ്പൊ ഇതിൽ 6 നാഷണൽ പാർക്കുകൾ ഏതാണെന്നാണ്. പെരിയാറാണ് പൊതുവെ കണക്കാക്കാത്തത്. ബാക്കിയുള്ള 5 നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻചോല, പാമ്പാടുംചോല, ആനമുടിച്ചോല. ഓക്കെ അല്ലേ? പിന്നെ പെരിയാറും കൂടെ ഉൾപ്പെടുന്നതാണ് 6 നാഷണൽ പാർക്സ് കേരളത്തിലെ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാം ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരേ ഒരു നാഷണൽ പാർക്ക് സൈലന്റ് വാലി, പാലക്കാടുള്ള സൈലന്റ് വാലി ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ നാഷണൽ പാർക്കുകളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിനെ ഒരു നിമോണിക് വെച്ച് പറയുകയാണെങ്കിൽ പേഴ്സണൽ മാപ്പ് അറ്റ് ഇടുക്കി അല്ലെ. ഈ ഒരു നിമോണിക് നോക്കിയേ. പേഴ്സണൽ, P ഫോർ പെരിയാർ, ER ഫോർ ഇരവികുളം, S ഫോർ സൈലന്റ് വാലി ആൻഡ് MA ഫോർ മതികെട്ടാൻചോല, P ഫോർ പാമ്പാടുംചോല ആൻഡ് A ഫോർ ആനമുടിച്ചോല. പിന്നെ പേഴ്സണൽ മാപ്പ് അറ്റ് ഇടുക്കി എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഇടുക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ നമ്മൾ സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാം എവിടെയാണ്? ഇടുക്കിയിലാണ് അല്ലെ. അപ്പൊ പേഴ്സണൽ മാപ്പ് അറ്റ് ഇടുക്കി എന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേരുകൾ ഓർമ്മ കിട്ടും, ഒപ്പം ബാക്കിയെല്ലാം സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാം ഇടുക്കിയിലാണെന്നുള്ളത് കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻചോല, പാമ്പാടുംചോല, ആനമുടിച്ചോല. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 6 നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിൽ ഓരോ നാഷണൽ പാർക്കുകളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന, അതായത് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. 1978 ഇരവികുളം നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. പിന്നെ ഇരവികുളം നാഷണൽ പാർക്കിന്റെ പ്രത്യേകത ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കില് മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സോ ഇടുക്കി ജില്ലയിലെ തന്നെ ദേവികുളം താലൂക്കില് മൂന്നാർ പഞ്ചായത്ത്. മൂന്നാർ നമുക്ക് അറിയാത്ത സ്ഥലമല്ല അല്ലെ. മൂന്നാർ എന്ന് പറയുന്നത് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. സോ ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ 1975 ഇടുക്കിയെ ഒരു വന്യജീവി സങ്കേതമായിട്ട്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ് ആണെന്ന് പറഞ്ഞു. അതിലിപ്പോ ഇതിൽ നമ്മൾ നാഷണൽ പാർക്കേ പറയുന്നുള്ളൂ. പക്ഷെ 75 ആദ്യം എന്തായിട്ട് പറഞ്ഞു? വന്യജീവി സങ്കേതമായിട്ട് ഇരവികുളം നാഷണൽ പാർക്കിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1978 ഇരവികുളത്തിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 1978 നിലവിൽ വന്നത് ഇരവികുളം ദേശീയോദ്യാനം. ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനം ഉള്ളത്. 1975 തന്നെ വന്യജീവി സങ്കേതമായിട്ട് ഇരവികുളത്തിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 78 എന്തില പ്രഖ്യാപിച്ചത്? നമ്മുടെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ആളാരാ? വരയാടുകളെ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. അപ്പൊ ഈ വരയാടിന്റെ
സയന്റിഫിക് നെയിം വേണമെങ്കിൽ ചോദിക്കാം. നീലഗിരിസ് ടൈഗ്രിസ് ഹിലോക്രിയസ് എന്നതാണ്. നീലഗിരിസ് ടൈഗ്രിസ് ഹിലോക്രിയസ് എന്നതാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അപ്പൊ വരയാട് എന്താണ്, ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു, അതായത് വംശനാശത്തിന്റെ ആ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയായിരുന്നു. സോ വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പിന്നെ ഇരവികുളത്തിനെ കുറിച്ച് അതായത് ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആനമുടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മലയാണ് ആനമുടി എന്ന് പറയുന്നത്. സോ ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അതുപോലെ രാജമല, ലക്കം വെള്ളച്ചാട്ടം ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇരവികുളത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? ഇരവികുളത്തിനെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇരവികുളം ദേശീയോദ്യാനമായിട്ട് വന്നത് 1978 ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനം ഉള്ളത്. 1975 ഇരവികുളം ദേശീയോദ്യാനത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. വരയാടുകളെ സംരക്ഷിക്കുന്ന ഈ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുന്നത്. വരയാടുകളുടെ ശാസ്ത്രീയ നാമം എന്താന്ന് പറഞ്ഞു? നീലഗിരിസ് ടൈഗ്രിസ് ഹിലോക്രിയസ് എന്നതാണ്. ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ രാജമല, ലക്കം വെള്ളച്ചാട്ടം എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇരവികുളത്തിനെ കുറിച്ച് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇരവികുളം ദേശീയോദ്യാനത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് എന്ന് പറയുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത്. സൈലന്റ് വാലിയെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാരില്ല അല്ലെ? സൈലന്റ് വാലി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സോ സൈലന്റ് വാലി ഈസ് ഇൻ പാലക്കാട്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1978 ഇരവികുളം ദേശീയോദ്യാനവും 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം. ഞാൻ എപ്പോഴും ഓർത്ത് വെക്കുന്ന 1983 മൂവി ഉണ്ട് അല്ലെ? 1983 എന്താ? ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ജയിച്ച വർഷമാണ്. അപ്പോ അതിന്റെ തൊട്ടടുത്ത വർഷം 1984 എന്ന് പറയുന്നത്. അപ്പോ 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി കേരളത്തിലെ ഏക നിത്യഹരിത വനമാണ് എന്തെന്ന് പറയുന്നത്? സൈലന്റ് വാലി എന്ന് പറയുന്നത്. സോ കേരളത്തിലെ ഏക നിത്യഹരിത വനം ആണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ്. നമുക്കറിയാം നിബിഡ വനമാണ് അല്ലെ സൈലന്റ് വാലി എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അതുപോലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ സൈലന്റ് വാലി എന്ന പേര് നമുക്കറിയാം, അവിടെ ചീവീടുകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സൈലന്റ് വാലി എന്ന് വിളിക്കുന്നത്. ഈ സൈലന്റ് വാലി എന്ന പേര് പ്രൊവൈഡ് ചെയ്തത് ആരായിരുന്നു? അത് റോബർട്ട് വൈറ്റ് എന്നൊരു ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലി എന്ന പേര് സജസ്റ്റ് ചെയ്തത്. ക്ലിയർ അല്ലേ? പിന്നെ പുരാണങ്ങളിലെ സൈരന്ത്രി വനം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ സൈലന്റ് വാലിയാണ്. പുരാണങ്ങളിലെ സൈരന്ത്രി വനം എന്നറിയപ്പെട്ടിരുന്നതും സൈലന്റ് വാലിയാണ്. 1914 അതായത് ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ മുന്നേ സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1984 നമ്മൾ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ആരാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ചോദിക്കാം. 1984 ഇന്ദിരാഗാന്ധിയാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. അതിനുശേഷം 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. കാരണം അപ്പോഴേക്കും ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ 1985 സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്ത ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഇനി 2007 സൈലന്റ് വാലിയെ നമ്മൾ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2009 സൈലന്റ് വാലിയുടെ 25ാം വാർഷികത്തിൽ, അതായത് നമുക്ക് 1984 ഇത് ദേശീയോദ്യാനം വന്നത്. അപ്പൊ 1984 25 വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ എപ്പോ എത്തി? 2009 എത്തി. അപ്പം ഈ 2009 സൈലന്റ് വാലിയുടെ 25ാം വാർഷികം പ്രമാണിച്ച് സൈലന്റ് വാലിയുടെ പേരിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സൈലന്റ് വാലിയെ ഇരുളർ, മുതുകർ പോലെയുള്ള ട്രൈബ്സ് കാണപ്പെടുന്ന സ്ഥലമാണ്
സൈലന്റ് വാലി എന്ന് പറയുന്നത്. അതുപോലെ ഗ്രേ ഹെഡഡ് ബുൾബുൾ, ഏരിയ ത്യാഗി എന്ന് പറയുന്ന വംശനാശം ഭീഷണി നേരിടുന്ന വന്യജീവികളെല്ലാം സൈലന്റ് വാലിയിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് ഏതെന്ന് പറയുന്നത് തൂതപ്പുഴ. അതായത് രണ്ട് പുഴകളെ കുറിച്ച് നമുക്ക് പറയാം. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. സോ സൈലന്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് കുന്തിപ്പുഴയും. ഇനി കേരളത്തിലെ തന്നെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ കുന്തിപ്പുഴയാണ്. ഓക്കെ അല്ലേ? മലിനീകരണം കുറഞ്ഞ പുഴയായിട്ട് കണക്കാക്കപ്പെടുന്നത് കുന്തിപ്പുഴയാണ്. ഇനി നമുക്ക് ഈ കുന്തിപ്പുഴയിലാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് KCB. പക്ഷെ പിന്നീട് എതിർപ്പുകൾ മൂലം അത് വേണ്ട വെക്കേണ്ടി വന്നു. ഓക്കെ അല്ലേ? അതുപോലെ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രൈബ്സ് എന്ന് പറയുന്നത് ഇരുളരും പിന്നെ മുതുകരുമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ സൈലന്റ് വാലിയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? സൈലന്റ് വാലി പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. 1984 എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചതിന്റെ അടുത്ത വർഷം അല്ലെ, 83. അടുത്ത വർഷം 84 സൈലന്റ് വാലി എന്ത് ചെയ്തത്? ദേശീയോദ്യാനമായിട്ട് നിലവിൽ വന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ഏക നിത്യഹരിത വനമാണ്. നീലഗിരി ബയോസ്ഫിയറിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി എന്ന പേര് വിളിച്ചത് ആരാണ്? റോബർട്ട് വൈറ്റ് ആണ്. പുരാണത്തിലെ സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. 1984 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. 85 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ 1914 തന്നെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2007 ബഫർ സോൺ ആയി. പിന്നെ 1984 25 കുട്ടിക്ക് 2009 25ാം വാർഷികം പ്രമാണിച്ച് സൈലന്റ് വാലിയുടെ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇരുളർ, മുതുകർ പോലെയുള്ള ട്രൈബ്സ് കാണപ്പെടുന്ന സ്ഥലമാണ്. ഗ്രേ ഹെഡഡ് ബുൾബുൾ, ഏരിയ ത്യാഗി പോലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്. പിന്നെ തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നത്. കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. ഇനി കുന്തിപ്പുഴയിലായിരുന്നു പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? അത് വേണ്ട വെച്ചു. ആൾക്കാരുടെ, അതായത് സൈലന്റ് വാലിയുടെ മൊത്തം നമ്മൾ ആ ഒരു ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൽ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നമ്മൾ വേണ്ട വെച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മൾ സൈലന്റ് വാലിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ആനമുടിച്ചോലയാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ദേശീയോദ്യാനം ആനമുടിച്ചോലയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇനി പറഞ്ഞ 3 ദേശീയോദ്യാനങ്ങൾ, ഈ 3 ചോലകളുണ്ട്. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഈ 3 ചോലകളും 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ആ ഒരു 2003 പഠിച്ചു വെച്ചാൽ ഈ 3 ചോലകളും നമ്മൾ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ആ ഒരു വർഷമാണ്. സോ ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇനി ആനമുടിച്ചോലയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിലാണ്. നമ്മൾ പറഞ്ഞു സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാം എവിടെയാ? ഇടുക്കിയിലാണ് അല്ലെ? ഇടുക്കിയില് ദേവികുളം താലൂക്കിലാണ് ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്നത്. പിന്നെ തൂവാനം വെള്ളച്ചാട്ടം, പാമ്പാർ നദിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഈ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ആനമുടിച്ചോല ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അപ്പൊ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ പാമ്പാർ നദി ഏതിൽ കൂടെ ഒഴുകുന്നുണ്ടാവും? ആനമുടിച്ചോലയിലൂടെ ഒഴുകുന്നുണ്ടാവും അല്ലെ? പിന്നെ ഇടിയൻ ചോല, പുല്ലാരടി ചോല, മന്നവൻ ചോല എന്നിങ്ങനെ 3 ചോലകളായിട്ട് നമ്മൾ ഈ പറയുന്ന ആനമുടിച്ചോലയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ആനമുടിച്ചോലയെ കുറിച്ച് ഇത്രയും നമുക്ക് അറിയാനുള്ളൂ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല എന്ന് പറയുന്നത്. ഇടുക്കിയിലാണ്, ദേവികുളം താലൂക്കിലാണ്. 2003 ദേശീയോദ്യാനമായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. ക്ലിയർ അല്ലേ? ഇനി ആനമുടിച്ചോല കഴിഞ്ഞാൽ ഏതാ? നമുക്ക് മതികെട്ടാൻ ചോല. 3 ചോലകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പോ മതികെട്ടാൻ ചോലയും 2003 നിലവിൽ വന്നത്. മതികെട്ടാൻ ചോല 2003 നിലവിൽ വന്നു. ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് എന്തെന്ന് പറയുന്നത്? ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇടുക്കിയിലെ ദേവികുളം താലൂക്കായിരുന്നു. അപ്പൊ മതികെട്ടാൻ ചോല ഉടുമ്പൻചോല താലൂക്കിലാണ്. മതികെട്ടൻ ചോല എന്ന ദേശീയോദ്യാനം ഉള്ളത് ഇടുക്കിയിലാണ്. 1897 1897 റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് മതികെട്ടാൻ ചോല എന്ന് പറയുന്നത്. പിന്നെ ഉച്ചിൽ കുത്തിപ്പുഴ, ഞാണ്ടാറ് അതുപോലുള്ള ഒരുപാട് നദികള് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക്
ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല 2003 തന്നെയാണ് പാമ്പാടും ചോല നിലവിൽ വന്നത്. പാമ്പാടും ചോല ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിലെ വട്ടവട പഞ്ചായത്തിലാണ്. അതായത് ഇത് പാമ്പാടും ചോലയും ഇടുക്കിയിലാണ്. ഇടുക്കിയില് ഉടുമ്പൻചോല താലൂക്ക്, മതികെട്ടാൻ പോലെ തന്നെ ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിലെ വട്ടവട പഞ്ചായത്തിലാണ് പാമ്പാടും ചോല കാണുന്നത്, അതായത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനവും ഏറ്റവും അവസാനമായി വന്ന ദേശീയോദ്യാനവും പാമ്പാടും ചോലയാണ്. അതായത് ഏറ്റവും ചെറുതും പാമ്പാടും ചോലയാണ്, ഏറ്റവും അവസാനമായി വന്നതും പാമ്പാടും ചോലയാണ്. ഓക്കെ അല്ലേ? പിന്നെ ഇതല്ലാതെ പെരിയാറാണ് നമ്മളൊരു ദേശീയോദ്യാനമായിട്ട് കണക്കാക്കുന്നത്. അത് PSCയുടെ ഒരു ഉത്തരസൂചിക പ്രകാരം അങ്ങനെ വരുന്നില്ല. എന്നാലും ചില 5 ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിയാറും കൂടെ ചേർത്ത് 6 നമുക്ക് 6 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത് എന്ന് എഴുതാം. അപ്പൊ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഉപകാരപ്രദമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.